ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇന്റഗ്രേഷൻ ഡേ 2 ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നോക്കുന്നത്. അതിലെ പ്രവർത്തനം 6 ചിത്രം നോക്കൂ നിറം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിറം നൽകുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ടീച്ചർ എന്ത് ചെയ്യും, നിറം നൽകേണ്ടത് എങ്ങനെയൊക്കെയാന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ നിറം നൽകുക കേട്ടോ. ചുവടെ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ചിത്രത്തിൽ കണ്ട കാഴ്ചകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. കലകളം പാടി ഒഴുകുന്ന പുഴ എന്ന് എഴുതാം. പിന്നെ പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ, വയലിൽ ഇരിക്കുന്ന കിളികൾ, റോഡിലൂടെ പോകുന്ന വാഹനം, ഭംഗിയുള്ള ചെറിയ വീട്, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരം, ഉയർന്ന മലനിരകൾ, അങ്ങനെയൊക്കെ എഴുതാട്ടോ. അതില് 4 എണ്ണം എഴുതിയാൽ മതി. പ്രവർത്തനം 7 ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ ഏതെന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറെ കളികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കളികളാണ് കൊടുത്തിരിക്കുന്നത്? ചാടിക്കളി, പന്തുകളി, ഓടിക്കളി, പാമ്പും കോണിയും, പൊത്തിക്കളി, ഗോലിക്കളി, കുട്ടിയും കോലും, പാടിക്കളി, ഇങ്ങനെ കുറച്ച് കളികൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഉപകരണം വേണ്ടാത്ത കളികൾ ഏതൊക്കെയാണ്? ചാടിക്കളി, ഓടിക്കളി, പൊത്തിക്കളി, പാടിക്കളി കേട്ടോ. ഓണവുമായി ബന്ധപ്പെട്ട 2 കളികളുടെ പേരെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓണവുമായി ബന്ധപ്പെട്ട കളികൾ എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? പുലിക്കളി എഴുതാം, ഓണത്തല്ല് എഴുതാം, വടംവലി എഴുതാം, വഞ്ചിക്കളി എഴുതാം. ഏതെങ്കിലും 2 എണ്ണം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും 2 എണ്ണം എഴുതാം കേട്ടോ. പ്രവർത്തനം 8 വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, ആ പാട്ടിന് വരികൾ കൂട്ടിച്ചേർക്കാനാണ് കേട്ടോ. പേക്രോം പേക്രോം തവള കരഞ്ഞു, പേക്രോം പേക്രോം തവള ചാടി, ഇങ്ങനെയാണ് കേട്ടോ. അടുത്തത് നമുക്ക് കാക്ക കരഞ്ഞു എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? കാക്ക 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 കരഞ്ഞു. പിന്നെ എങ്ങനെയാ ബാക്കി മുഴുവൻ പൂരിപ്പിക്കണം. എങ്ങനെയാ? കാക കാക കാക്ക പറന്നു എന്നാണ്. അടുത്തത് എന്താ? മേമേ മേമേ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മേമേ മേമേ എന്നുള്ളത് ആരാ കരയുക? ആട് കരഞ്ഞു എന്നാണ് അല്ലെ. മേമേ മേമേ ആട് കരഞ്ഞു. എങ്ങനെ എഴുതാം? മേമേ മേമേ ആട് നടന്നു എന്ന് എഴുതാം കേട്ടോ. പ്രവർത്തനം 9 പേരെഴുതാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പക്ഷികളുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. താഴെ ഏതൊക്കെ പക്ഷികളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് നോക്കൂ. ആദ്യത്തെ തത്തയാണ്, തത്ത എന്ന് എഴുതുക. അടുത്തത് മൈന, അടുത്തത് എന്താ? പൊന്മാനാണ്. അടുത്തത് മയിൽ എന്ന് എഴുതുക. അടുത്തത് എന്താ? പ്രാവാണ്. അടുത്തത് കുയിലാണ് അല്ലെ, കുയിൽ എന്ന് എഴുതുക. പ്രവർത്തനം 10 പൂവിന്റെ കൂട്ടുകാർ. തേൻ കുടിക്കാനായി പൂവ് അവളുടെ കൂട്ടുകാരെ വിളിച്ചു. ആരെയെല്ലാമാണ് അവൾ വിളിച്ചിരിക്കുക? അവരെ പൂവിലേക്ക് വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ പൂവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് ഏത് പൂവാ? ചെമ്പരത്തിയാണ് അല്ലെ. അപ്പൊ ചെമ്പരത്തി ആരൊക്കെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക തേൻ കുടിക്കാനായിട്ട്? ഇവിടെ തന്നിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? പാറ്റുണ്ട്, പൂച്ചുണ്ട്, മീന്, വണ്ട്, കോഴി, കുരുവി. അപ്പൊ ആരൊക്കെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? പൂവ് പൂമ്പാറ്റേനെ വിളിച്ചിട്ടുണ്ടാവൂലോ, വരച്ചു ചേർക്കുക കേട്ടോ. അടുത്തത് വണ്ട് വരച്ചു ചേർക്കുക. പിന്നെ കുരുവി വരച്ചു ചേർക്കുക കേട്ടോ. തേൻ കുരുവിയാണ് അല്ലെ, വരച്ചു ചേർക്കുക. കഴിഞ്ഞ ക്ലാസ്സില് നമ്മളെ ഇന്റഗ്രേഷൻ ഡേ 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്സാമിന് പോണ സമയത്ത് ഇന്റഗ്രേഷൻ ഡേ 1 ഡേ 2 കൂടി നോക്കി പോവാ കേട്ടോ. ചിലപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ബൈ.